നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വന്തം. ശരിക്കും മുട്ടൻ പണി കൊടുത്തിരിക്കുന്നു പഞ്ചാബ് കിങ്സിന്. മുംബൈ ഇന്ത്യൻസ് തകർപ്പൻ ചേസിങ്. പൊളിച്ചെടുക്കുകയായിരുന്നില്ലേ തിലക് വർമ്മ. ഒപ്പം നിന്ന് വിൽ ജാക്സ് അവസാന ഘട്ടത്തിൽ ഒട്ടും ആവേശം ചോരാതെ വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ സഹായിച്ചു. റിക്കിൾട്ടൻ്റെ വെടിക്കെട്ട് തുടക്കത്തിലുണ്ടായിരുന്നു. അങ്ങനെ 200 റൺസ് അടിച്ചിട്ടും PBKസിന് രക്ഷയില്ല. PBKസിനെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ ക്യാപ്റ്റൻ പറഞ്ഞ പോലെ ടഫ് പിൽ ടു സോളോ എന്ന് പറയാവുന്നൊരവസ്ഥയിലാണ്. 12 കളികളിൽ നിന്ന് 13 പോയിൻ്റ്. സ്റ്റിൽ അവർ പ്ലേ ഓഫ് കണ്ടൻറ്റേഴ്സായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ തുടരൻ പരാജയങ്ങൾ, തുടർച്ചയായ അഞ്ചാമത്തെ പരാജയമാണ് അവരിപ്പോൾ നേരിട്ടിരിക്കുന്നത്. ധരംശാലയിൽ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത PBKs നിശ്ചിത 20 ഓവറുകളിൽ 8 വിക്കറ്റിന് 200 റൺസ് അടിച്ചപ്പോൾ 19.5 ഓവറുകളിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ വിജയലക്ഷ്യം മറികടന്നുകൊണ്ട് മുംബൈ ഇന്ത്യൻസ് 6 വിക്കറ്റിൻ്റെ മികച്ച വിജയമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. PBKസിൻ്റെ ഇന്നിങ്സിൽ അവരുടെ ഓപ്പണർമാർ പ്രിയാൻ ഷാരിയ 17 പന്തിൽ നിന്ന് 22 റൺസ്, പ്രഭ്സിമ്രാൻ സിംഗ് 32 പന്തിൽ നിന്ന് 57 റൺസ് മികച്ച തുടക്കമാണ് കൊടുത്തത്. കൂപ്പർ കനോലി 21 റൺസ് അടിച്ചു. ശ്രേയസ് അയ്യർ 4 റൺസ്, ഷെഡ്ഗെ 8 റൺസ്, ശശാങ്ക് സിംഗ് 2 റൺസ് അങ്ങനെ വീണുപോയതാണ്. പക്ഷേ അസ്മത്തുള്ള ഒമർ സായിയുടെ മികച്ചൊരു കോൺട്രിബ്യൂഷൻ, 17 പന്തിൽ നിന്ന് 2 4 4 6 അടക്കം അദ്ദേഹം 38 റൺസ് അടിച്ചു. പിന്നെ മലയാളി താരം വിഷ്ണു വിനോദ് ഇമ്പാക്റ്റ് സബ്ബായിട്ട് ഇറങ്ങിക്കൊണ്ട് 8 പന്തിൽ നിന്ന് 15 റൺസും സാവിയർ ബാറ്റ്ലറ്റിൻ്റെ 7 പന്തിൽ നിന്ന് 18 റൺസിൻ്റെ ഒരു കിടലൻ കമിയോ കൂടി ആയപ്പോഴാണ് അവർ 200 റൺസിലേക്ക് എത്തിയത്. ഷാർദുൽ താക്കൂർ 4 ഓവറിൽ 39 റൺസിന് 4 വിക്കറ്റുകൾ വീഴ്ത്തുകയുണ്ടായി. മറുപടി ബാറ്റിങ്ങിൽ മുംബൈ ഇന്ത്യൻസിനായിട്ട് രോഹിത്തിന് അത്ര മികച്ച രൂപത്തിൽ ബാറ്റ് വീശാൻ പറ്റിയില്ല. ഇമ്പാക്റ്റ് സബ്ബായിട്ട് ഇറങ്ങി അദ്ദേഹം 26 പന്തുകളിൽ നിന്ന് 2 സിക്സറുകളുടെ സഹായത്തോടെ 25 റൺസാണ് അടിച്ചത്. അതേസമയം റിയാൻ റിക്കിൾട്ടൺ മികച്ച രൂപത്തിലുള്ള തുടക്കമാണ് അവർക്ക് ഇട്ടുകൊടുത്തത്. 23 പന്തിൽ നിന്ന് 4 4ഉം 4 6ഉം അടക്കം അദ്ദേഹം 48 റൺസ് അടിച്ചപ്പോൾ നമാൻദിർ 9 റൺസാണ് അടിച്ചത്. എന്നാൽ തിലക് വർമ്മയും റുദർഫോർഡും ചേർന്നുകൊണ്ട് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാഴ്ച. റുദർഫോർഡ് 21 പന്തിൽ നിന്ന് 20 റൺസ് അടിച്ച് മടങ്ങി. ഒടുവിൽ വിൽ ജാക്സ് ആണ് തിലക് വർമ്മക്ക് കൂട്ടായിട്ടെത്തുകയും ടീമിനെ വിജയിക്കുമെന്ന് ഉറപ്പിക്കുകയും ചെയ്തത്. 33 പന്തിൽ 6 4ഉം 6 6ഉം അടക്കം 73 റൺസിൻ്റെ ഗംഭീര ഇന്നിങ്സാണ് തിലക് വർമ്മ കളിച്ചതെങ്കിൽ വിൽ ജാക്സ് 10 പന്തിൽ നിന്ന് 2 4ഉം 2 6ഉം അടക്കം 25 റൺസുമായിട്ട് മികച്ച രൂപത്തിലുള്ള പിന്തുണയും കൊടുത്തു. ഏതായാലും പുറത്തായതാണ് മുംബൈ ഇന്ത്യൻസ്. ഇനി പ്രത്യേകിച്ചൊന്നും അവർക്ക് നേടാനില്ല. പക്ഷേ വളരെ ആവേശം നൽകുന്ന ഒരു വിജയം അവരിവിടെ സ്വന്തമാക്കിയിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.